എനിക്കാണ് ഓഫറുകളുടെ പെരുമഴയാണ്. ഇപ്പൊ ഇവിടെ കാണാം, ഒന്നെടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ എന്നുള്ള കൂട്ടത്തിലാണ്. ഇത് കണ്ടോ, വേറൊരു ബുദ്ധന്റെ തല കണ്ടോ, എന്തൊരു സൂപ്പറാന്ന് നോക്കുക, അടിപൊളി. ഇത് എന്റെ ഒരു കൈ നിൽക്കുന്നില്ല, അത്രയും ഭാരം ഇത്. ഈ സാധനം കണ്ടോ, ഈ സാധനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മറ്റേ നമ്മൾ വണ്ടല്ലേ പോകുമ്പോൾ ഉള്ള സാധനം, മറ്റേ കറക്കി എറിയുന്നേ. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ ഗൈസ്, നമ്മളങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളപ്പം ഇവിടെ തൊട്ടടുത്തായിട്ട് ചെടിക്കടയുണ്ട്. അപ്പം കുറച്ച് ചെടികൾ നോക്കാനായിട്ട് അങ്ങോട്ട് കയറിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം നമ്മൾ നേരെ ലുലു മാളിലോട്ടായിരിക്കും പോകുന്നത്. സമയം ഇപ്പം ഏതാണ്ട് 1:30 ആയിട്ടുണ്ട്. അപ്പം നമുക്കപ്പം നേരെ അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇവിടെ ചെടികളുണ്ടോ എന്ന് നോക്കട്ടെ, അതുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങളെ കാണിക്കാം.
ലുലുവിൻ്റെ ഡീൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഭാഗമാണ്. നമ്മുടെ ഇവിടെ കുറച്ച് ഇങ്ങനത്തെ കുറച്ച് എന്താ പറയുന്നത് ഈ പൊടികൾ ഐറ്റംസും അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഐറ്റം ഉണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ഈ ഒരു കമ്പനിയുടെ ബ്രാൻഡ് വെളിച്ചെണ്ണയ്ക്ക് 1600 രൂപയുടെ സംഭവം 777 രൂപയ്ക്കാണ് തരുന്നത്. അതുപോലെ അങ്ങോട്ട് നോക്കാം, എല്ലാത്തിനും ഓഫറുണ്ട്, പകുതിക്ക് പകുതി ലാഭമുണ്ട്. ഇപ്പം ഇവിടെ അടുത്തൊക്കെ താമസിക്കുന്നവർക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു ഏരിയ തന്നെ ഷോപ്പ് ചെയ്യാനായിട്ട്. നമുക്കൊക്കെ ദൂരെ നിന്ന് വരുന്നവർക്ക് വലിയൊന്നുമില്ല, എന്നാലും കൊള്ളാം സംഭവം. എന്തായാലും ഇത്രയും സംവിധാനങ്ങളൊക്കെ ഉള്ളത് നമുക്ക് വലിയൊരു അതിശയമാണ്. ഗൈസ്, ഹോസ്റ്റലിൽ നിന്നിട്ടുള്ളവർക്കറിയാം ഹോസ്റ്റലിൽ മെയിനായിട്ട് വേണ്ടുന്ന സാധനമാണ് ഇത്. സോപ്പ് പൊടി. എന്തുമാത്രം വെറൈറ്റി സോപ്പ് പൊടിയാണ് ഈ ഇരിക്കുന്നതെന്ന് കണ്ടോ. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സോപ്പ് പൊടി നമുക്ക് ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതിനാണ് ഒരിത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സെക്ഷനാണ് ഇത്. കണ്ടോ, ലഞ്ച് ബോക്സ് ഉണ്ട്. നമ്മളിതുവരെ കണ്ടിട്ടേ ഇല്ല, പലതരത്തിലുള്ള വെറൈറ്റികളാണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ റെഫ്രിജറേറ്ററിൽ വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ വെക്കാൻ പറ്റുന്ന കണ്ടെയ്നറും എല്ലാം ഉണ്ട്. അതിൻ്റെ ഒരു എന്താ പറയുക വലിയൊരു കേന്ദ്രമാണിത്. ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഫ്ലാസ്കുകളുടെ ഒരു വെറൈറ്റി ഇഷ്ടം പോലെ ഉണ്ട്. അത് സ്റ്റീലും അല്ലാത്തതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ആൾക്കാർ ഒത്തിരി പേര് വാങ്ങിക്കാനും നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗൈസ്, ഈ കാണുന്ന കണ്ടോ, ഫുൾ ഡയറി മിൽക്കിൻ്റെ ബഹളമായി ഇപ്പോൾ. ഫുള്ള് ഇഷ്ടം പോലെ വെറൈറ്റി സിൽക്ക് കണ്ടോ. സമയം ഇപ്പോൾ 3:30 ആയിരിക്കുന്നു. ഇവിടുത്തെ തിരക്ക് കണ്ടോ ഗൈസ്, ഇതുവരെയായിട്ട് ഇവിടുത്തെ തിരക്ക് കഴിഞ്ഞിട്ടില്ല. വൻ തിരക്കെന്ന് വെച്ചാൽ വൻ തിരക്ക്. ഇവിടെ എന്തോ ശർക്കര കിട്ടുന്ന സ്ഥലമൊക്കെയാണ്. ഇവിടുന്ന് ആൾക്കാർ ഇഷ്ടം പോലെ വാങ്ങിക്കുന്നുണ്ട്. ഭയങ്കര തിരക്ക്. ഞങ്ങളപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നടന്നിട്ടും തീരാത്തൊരു മാർക്കറ്റാണിത്. ഗൈസ്, ഈ കാണുന്നത് മട്ടനൊക്കെയാണ്. ഇത് കണ്ടോ, ഓരോന്നിനും ഓരോ വിലയാണ്. ഇവിടെ ഭയങ്കര തിരക്കുമുണ്ട്. അതിൻ്റെ അകത്താണിട്ട് ഇതിനെ പൂളുന്നതും ഒക്കെ. ഈ കാണുന്ന ഫുള്ള് മീറ്റിൻ്റെ വേളമാണ്. ഇതുകൊണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീറ്റാണ് നമുക്ക് അവൈലബിൾ. ഇത് ഇപ്പോൾ ചിക്കനാണ്. ഇതുകൊണ്ട് ഫ്രഷായിട്ട് ഇട്ട് പൂളുന്നത് കണ്ടോ. അതവിടെ പാക്കിംഗ് ആണ്. പിന്നെ ഇതൊക്കെയാണ്. പിന്നെ ഇവിടെ കുറേ സംഭവങ്ങൾ കാണാം. ഇത് ബഫല്ലോ മീറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അവിടെ. ഇതൊക്കെയാണ് ഗൈസ് ഇവിടുത്തെ കാഴ്ചകൾ. ഗൈസ്, മീറ്റിൻ്റെ സെക്ഷൻ കഴിഞ്ഞപ്പോഴാണ് ഇവിടെ അടുത്ത ഫിഷിൻ്റെ സംഭവം. ഇത് കട്ട്ല ഫിഷൊക്കെ ഉണ്ട്, രോഹു ഉണ്ട്, പിറാന എന്ന് പറഞ്ഞ ഫിഷുണ്ട്. എല്ലാം ഭയങ്കര ഐസിനകത്തിട്ട് വെച്ചേക്കുകയാണ്. എല്ലാം കൂടിയ ഫിഷാണ് ഗൈസ്, അതാണ് വലിയത്. അതുകൊണ്ട് ഇതിനൊക്കെ 1599 രൂപയൊക്കെയാണ്. വൈറ്റ് സ്നാപ്പർ. ഇതും അവിടെ പാക്കിങ് ചെയ്ത് വെക്കുവാണ്. അവിടെ കുറേ സംഭവങ്ങൾ കാണാം. ഇത് കണ്ടോ ഗൈസ്, ഇതും വെറൈറ്റിയാണ്. ഇതാണ്ട് പാക്കിങ് ചെയ്ത് വെച്ചേക്കുവാണ്. മത്തിയൊക്കെയാണ് തോന്നുന്നു കണ്ടിട്ട്.
വലിയൊരു ഫിഷ് കട. ഇതിൻ്റെ വില ഉണ്ട് 2360 രൂപ ഇതിന്. പിന്നെ മത്തിയുണ്ട്, സാട്ടയും. സോ ഇതൊക്കെയാണ് ഗൈസ് ഇവിടുത്തെ കാഴ്ചകൾ. അടുത്തായിട്ട് ഇത് കണ്ടോ, നമുക്ക് ഇവിടെ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയ ഫൈറ്റർ ഫിഷിനെ ഇവിടെ വെച്ചിട്ടുണ്ട്, പല കളറിലുള്ള. അതിൻ്റെ ഗിഫ്റ്റ് ബാക്കിയാണ്. അതിൻ്റെ കൂടെ അതിൻ്റെ തീറ്റയും ഉണ്ട്. ഇത് ഇത്ര ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന ഇഷ്ടം പോലെ ഉണ്ട്, പലതരത്തിലുള്ള ഫിഷ്. ഗൈസ് ഫിഷിൻ്റെയൊക്കെ സെഷൻ കഴിഞ്ഞ് നമ്മളിപ്പം കുറേ നാരങ്ങ, ആപ്പിള് അതുപോലത്തെ സെഷനിലോട്ട് വന്നിരിക്കുകയാണ്. ഫുൾ വെജിറ്റബിൾസ് ഒക്കെയാണ് അപ്പുറത്ത്. ഇവിടെ ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ കുറച്ച് ആപ്പിൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന്. പിന്നെ ഇപ്പുറത്ത് എന്തോ പേട സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, നവരാത്രി ഫോൺസ് എന്നൊക്കെ പറഞ്ഞ്. ഇതിനൊക്കെ ഏതാണ്ട് 52 രൂപയാണ്. 52 രൂപ ഈ 4 പീസിന്. നല്ല വിലയാണ് കൈസ്. ഇതുണ്ട്, ഈ ഐറ്റംസ് ഒക്കെ ഉണ്ട് നമ്മുടെ റെഡി ടു ഈറ്റ് എന്ന വിഭാഗത്തിൽ പെടുന്നതാണ്. ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇത് നേരെ ചൂടുവെള്ളത്തിലിടുകയോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുകയോ ചെയ്യാം. അങ്ങനത്തെ ഐറ്റംസാണ് ഇതെല്ലാം. ഇനിയിപ്പം നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചത്. ഇത്രയും ഇവിടെ എന്താ പറയുക, ലക്ഷക്കണക്കിന് സാധനങ്ങളുണ്ടെങ്കിലും നമുക്ക് ഇത്രയൊക്കെ ഞങ്ങൾ വാങ്ങിച്ചുള്ളൂ. അതായത് ഒരു തവ വാങ്ങിച്ചിട്ടുണ്ട്, ഇതിന് 250 രൂപയുള്ളൂ, ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. പിന്നെ ഞങ്ങൾ ഒരു കുപ്പി വാങ്ങിച്ചു, ഇതിന് 330 രൂപയാണ്. പിന്നെ ഒരു പാർക്കർ പെൻ വാങ്ങിച്ച് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാം, 1000 രൂപ. പിന്നെ കുറച്ച് സോപ്പ് പൊടി, പിന്നെ കുറച്ച് എന്താ പറയുന്നത്, പിന്നെ ബാക്കി കുറച്ച് ഈന്തപ്പഴം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നല്ലൊരു വെറൈറ്റിയാണ്. ഇതിന് 450 രൂപ, നല്ലൊരു വെറൈറ്റി. പിന്നെ കുറച്ച് ആപ്പിൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഉജാല, ഇത് ക്രിസ്പാൻ ഷൈൻ, അങ്ങനത്തെ സാധനങ്ങൾ. ഞങ്ങൾ അടുത്തായിട്ട് ബില്ലടിക്കാൻ പോവുകയാണ്. ഗൈസ് കൗണ്ടറിലൊക്കെ വൻ തിരക്കെന്ന് വെച്ചാൽ വൻ തിരക്കാണ്. ഞങ്ങൾ കുറേ സമയം കൊണ്ട് ഇവിടെ ക്യൂ നിൽക്കുകയാണ്. അതുപോലെ തന്നെ കുറേ ആൾക്കാർ ഞങ്ങളുടെ പുറകെ നിൽക്കുന്നുണ്ട്. ഭയങ്കര തിരക്കാണ് ഇവിടെ. ഗൈസ് നമ്മളങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പം അടുത്ത സ്ഥലം എന്ന് പറയുന്നത്, ഇതിപ്പം 3 നിലയാണ്. ഞങ്ങൾ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലാണ് നിൽക്കുന്നത്. ഇവിടെ ഓരോ ജോയി ആലുക്കാസിൻ്റെയും അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ നമുക്ക് കാണാം. പിന്നെ എന്തൊക്കെയോ SW ഡയമണ്ട്സ് അങ്ങനത്തെ സംഭവം. എന്തായാലും ഫുൾ തിരക്കാണ് ഗൈസ്. ഇത് കണ്ടോ, തിരക്കെന്ന് വെച്ചാൽ വൻ തിരക്ക്. ഇങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ. ഗൈസ് നമ്മളങ്ങനെ സെക്കൻഡ് ഫ്ലോറിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ലെൻസ് ആൻഡ് ഫ്രെയിമിൻ്റെ ഒരു കണ്ണാടിക്കട ഉണ്ട്. പിന്നെ ഇവിടെ ലുലു ഫാഷൻ സ്റ്റോർ എന്ന് പറഞ്ഞ സംഭവം കാണുന്നുണ്ട്. പിന്നെ ഇവിടെ സഫാരി പെട്ടിയുടെ വിൽപ്പനയുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ ഈ സെക്കൻഡ് ഫ്ലോറിലുണ്ട്. ഞങ്ങൾ എന്താണേലും ഈ ഫാഷൻ സ്റ്റോറിനകത്തോട്ട് കയറാൻ പോവാണ്. അപ്പം അതിൻ്റെ അകത്ത് കാഴ്ചകൾ കാണിച്ചു തരാം. ഗൈസ് ഇതിൻ്റെ അകത്ത് ഫുള്ള് കളിപ്പാട്ടം കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ കുറച്ച് പാവകൾ കിടക്കുന്നതാണ്. പിന്നെ ഇവിടെ ഫുള്ള് ടീഷർട്ട്, ഷർട്ടിൻ്റെയൊക്കെ ഫുൾ ഇതാണ്. കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കളിപ്പാട്ടങ്ങൾ കാണാം. പിന്നെ അങ്ങോട്ട് തന്നെ ഫുൾ ബോയ്സിൻ്റേതായിട്ടുള്ള ടീഷർട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കാണുന്നത്.
ഇവിടെ ഇനി അടുത്തതായിട്ട് കാണുന്നത് മുഴുവനും ലേഡീസ് ചപ്പലാണ്. എല്ലാവരുടെയും ഉണ്ട് ഇഷ്ടംപോലെ, പല പല സെഷനായിട്ടാണ്. നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. പക്ഷേ ചെരുപ്പിൻ്റെ കാര്യത്തിലൊന്നും അത്രയും സെലക്ഷൻ എനിക്ക് തോന്നിയില്ല. നമുക്ക് അത്രയും ഇഷ്ടപ്പെടുത്തില്ല. 1-2 ബ്രാൻഡ് മാത്രമേ ഉള്ളൂ. എന്നാൽ ബാക്കി ഒക്കെ കുഴപ്പമില്ല. ഡ്രസ് മെറ്റീരിയൽസൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഗൈസ്, ഇതായിരുന്നു നമ്മൾ കയറിയ സ്റ്റോറ്. അപ്പം അവിടുന്ന് കുറച്ച് ചെരുപ്പൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളിപ്പോൾ വെളിയിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പം ഇതിൻ്റെ മേളിലോട്ട് പോകാനായിരുന്നു പ്ലാന്. ഇതിൻ്റെ മേളിൽ എന്തോ കോട്ടും സംഭവങ്ങളൊക്കെ ഉണ്ട്. സമയം ഇപ്പം 5:15 അപ്പം ഇതിൻ്റെ മേളിലോട്ടൊന്ന് പോയി നോക്കാം. ഇപ്പോൾ ഞങ്ങൾ 3rd ഫ്ലോറിലാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഒരു അതിഗംഭീരമായ ഒരു കാഴ്ച കാണിച്ചു തരാം. ഇത് കണ്ടോ, ഒരാളിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. അതായത് 350 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിൽ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ പോയി നമുക്ക് താഴെയുള്ള വ്യൂ മൊത്തം കാണാം. അങ്ങനെ പെർ ഹെഡ് എന്ന് പറയുന്നത് 350 രൂപയാണ്. അപ്പോൾ നമുക്കിങ്ങനെ ചുറ്റി നടന്ന് ഇത് മുഴുവനും കാണാം. അത്യാവശ്യം റിസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്. കാര്യം പെട്ടെന്ന് നമുക്കൊരു താഴേക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു തലറക്കം പോലെ വരും. കാര്യം ഏറ്റവും മുകളിൽ നിന്നല്ലേ നോക്കുന്നത്. പക്ഷേ ഒരു രസം. ഇത് കൂടുതലും ചെറുപ്പക്കാരൊക്കെയാണ് ഇങ്ങനത്തെ പരിപാടി ചെയ്യുന്നത്. എന്തായാലും അതൊരു വ്യത്യസ്തമായ കാഴ്ചയാണ്. നമ്മളൊരു ഐസ്ക്രീം വാങ്ങിക്കാനായിട്ട് ഒരു അമുലിൻ്റെ ഒരു ഷോപ്പിൽ വന്നേക്കുവാണ്. അപ്പം നമ്മളിപ്പം ഐസ്ക്രീം വാങ്ങിക്കുന്നുള്ളൂ. ഇവിടെ ആണെങ്കിൽ ഭയങ്കര എന്തോ ഗാനമേളയൊക്കെ നടക്കുന്നുണ്ട്. താഴെ ഭയങ്കര അക്ഷയങ്ങളൊക്കെയാണ്. ഗൈസ്, നമ്മളങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത ഒരു ഇതിനകത്തോട്ട് പോവാണ്. ലുലു കണക്റ്റ് ലിറ്റിൽ ഇലക്ട്രോണിക്സ് ആൻഡ് മെഗാ സ്റ്റോർ എന്ന് പറഞ്ഞു. അപ്പം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്തായാലും നോക്കാം. ഗൈസ്, കയറി വരുമ്പോൾ തന്നെ നമുക്ക് കുറേ TV-കളാണ് കാണാൻ പറ്റുന്നത്. സാംസങ്ങിൻ്റെ അടിപൊളി ക്ലാരിറ്റി. പിന്നെ അങ്ങോട്ട് കുറേ ഫോണിൻ്റെ ഒക്കെ സംഭവങ്ങളാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങോട്ട് നമുക്ക് പോകണം. ഇവിടെയും കുറേ TV-കളുണ്ട്. ലുലു മാളിൽ ഒരുപാട് നാളായിട്ട് വിചാരിച്ചിരുന്നായിരുന്നു ഒരു ബുദ്ധൻ്റെ ഈ തല വേണമെന്നുള്ളത്. അങ്ങനെ എല്ലായിടത്തും ഭയങ്കര വിലയൊക്കെ പറഞ്ഞപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒരെണ്ണം എടുക്കുകയാണ്. 500 രൂപയാണ് ഇതിന്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എൻ്റെ സ്വർണ്ണ നിറമുള്ളതുകൊണ്ട് ഈ വെള്ളി നിറമുണ്ട്. അപ്പോൾ എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്. 500 രൂപ കൊള്ളാം, നല്ല ഭംഗിയുണ്ട് കാണാൻ. അടുത്തതായിട്ട് കാണിക്കുന്ന കുറച്ച് ആഭരണ പെട്ടികളാണ്. നോക്ക് എന്തൊരു ഭംഗിയാണെന്ന് നോക്ക്. നമ്മൾ പഴയ കാലങ്ങളിൽ ആമാടപ്പെട്ടി എന്നൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ സംഭവങ്ങളാണ് പല കളറിലുള്ളത്. അതുമൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. കാണാൻ നല്ല രസമുണ്ട് ഇതൊക്കെ നമുക്ക്. അതുപോലെ ഈ ബുദ്ധൻ്റെ പ്രതിമകളൊക്കെ മെറ്റലിൻ്റെ ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ ഭയങ്കര 4500 രൂപയാണ് ഇതിന്. കണ്ടോ, കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ നല്ല വിലയുണ്ട്, നല്ല വെയിറ്റും ഉണ്ട് ഇതിനൊക്കെ. സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു അസറ്റാണെന്ന് തന്നെ പറയാം. നല്ല ഭംഗിയുണ്ട്, അത്ര രസമുണ്ട് കാണാനായിട്ട്. ഗൈസ്, നമ്മളിപ്പം ആ ഒരു ഇലക്ട്രോണിക് കടയിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ അടുത്ത ലൊക്കേഷനായിട്ടുള്ള എന്താ ഫുഡ്റയോ അങ്ങനെ എന്താ സംഭവത്തിനകത്തോട്ട് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്. ഇപ്പോൾ സമയം 7 മണിയായിരിക്കുന്നു. എന്നിട്ട് പോലും നല്ല തിരക്കാണ് ഇവിടെ. ഇവിടെ കുറേ കോളേജ് പിള്ളേരും സ്കൂൾ പിള്ളേരും അങ്ങനെ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്കപ്പോൾ അവിടെ എന്തോ സംഭവം എന്നുള്ളത് നോക്കാം. എനിക്ക് തോന്നുന്നു കൊച്ചു പിള്ളേരുടെ എന്തൊക്കെയോ ഇതൊക്കെയാണ്. അപ്പം നോക്കാം.
ഗൈസ് ഇവിടെ മെയിനായിട്ട് പിള്ളേരുടെ ഇതൊക്കെയാണ്, നിങ്ങൾക്ക് കാണാം ഇങ്ങനൊക്കെ. ഇത് ഓരോന്നിനും കയറുന്നതിന് പ്രത്യേകം ചാർജ് ഉണ്ട്. എന്തായാലും സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഫുൾ കളർഫുള്ളാണ് ഇവിടെ. ഈ സാധനം കണ്ടോ? ഈ സാധനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മറ്റേ നമ്മൾ വണ്ടറിലേ പോകുമ്പോൾ ഉള്ള സാധനം, മറ്റേ കറക്കി എറിയുന്നത് ആ സാധനം. നടി പമ്പരം. ഓ സീനാ ഗൈസ് ഇതൊക്കെ. ഇങ്ങനെയൊക്കെയാണ് ഗൈസ് ഇവിടുത്തെ കാഴ്ചകൾ. ഗൈസ് ഈ സാധനവും വണ്ടറിലേ കാണുന്ന സംഭവമാണ്. ഇത് മേളിൽ പോയിട്ട് താപ്പോട്ട് ഭയങ്കര സ്പീഡിൽ വന്നിട്ട് ചെയ്യുന്ന സംഭവം. ഈ ഏരിയ ഫുൾ ഭയങ്കര കളർഫുള്ളാണ് ഗൈസ്. എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടത്. ഗൈസ് നമ്മളിപ്പം ഇതിൻ്റെ മേളിൽ വന്നിരിക്കുകയാണ്. അയ്യോ ഇവിടുത്തെ ഈ ഒരു ഡിസൈനൊക്കെ നോക്കുക ഗൈസ്. ഇതുണ്ടോ ഓരോരോ സംഭവങ്ങൾ കാണാം. പിന്നെ ഇതൊക്കെ എന്തുവാണെന്ന് അറിഞ്ഞൂടാ. മറ്റേ ആ സംഭവം, ആ ബോളിട്ട് ആ സംഭവം അടിച്ച് കറക്കുന്നത് ആ സംഭവമാണിത്. പിന്നെ ഇത് പിന്നെ VR സോൺ. അയ്യോ ഇതിൻ്റെ ഗ്രാഫിക്സ് ആണ് ഗൈസ്. ഈ ഒരു നിങ്ങൾ ആ ഒരു ഇതൊക്കെ നോക്കൂ. ക്യാമറയ്ക്കകത്ത് എപ്പോൾ ഇതാവുമെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ നേരിട്ട് വന്നൊന്ന് കാണണം ഗൈസ് എല്ലാവരും. ഇത് അടിപൊളിയാണ്. നമുക്കപ്പം അങ്ങോട്ട് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം ഗൈസ്. VFX എന്ന് പറയുന്നതാണ് ഈ ഒരു സംഭവം ആണ്. അത് നമ്മുടെ കണ്ണിൽ വെക്കുമ്പോൾ ആ ഒരു സ്ക്രീനിൽ കാണുന്ന സാധനമില്ലേ, അത് നമ്മളായിട്ടൊരു ഇതാവും. എന്തുവാ, നമ്മൾ ആ ഒരു സ്ക്രീനകത്ത് നിൽക്കുന്ന പോലെയാണ് സംഭവം. VR എന്നൊക്കെ പറയുന്നതുകൊണ്ട് ഇവിടെ ഒരു തന്നെ ഇതിനെ കളിക്കുന്നതാണ്. ഒരു ചെക്കനാന്ന് തോന്നുന്നത്. അപ്പം ആ ഒരു പോകുന്നതൊക്കെ നമ്മളായിട്ട് തോന്നും. അങ്ങനെയാണ് ഈ VR-ൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. ഇവിടെ ഫുള്ള് VR എഫക്റ്റാണ്. പിന്നെ എനിക്ക് ഈ ഒരു ഇതൊക്കെയാണ് ഗൈസ് ഇഷ്ടപ്പെട്ടത്. ഇവിടെ എല്ലാവരും നോക്കിയിരിക്കുകയാണ്. അപ്പം എന്താണ്ട് ഇതൊക്കെയാണ്. ഇതാണ് കണ്ടോ. അത് പോകുന്നതനുസരിച്ച് നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. VR ഞാൻ മെയിനായിട്ട് കണ്ടത് നമ്മുടെ ഈ ഗെയിമിംഗ് ചാനലിലൂടെയാണ്. അപ്പം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടോ, ഏറ്റവും താഴെ കുറച്ച് കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ ഇന്നിപ്പോൾ നവരാത്രി സ്പെഷ്യൽ ആയതുകൊണ്ടായിരിക്കും പ്രോഗ്രാംസൊക്കെ അരങ്ങേറുന്നുണ്ട്. കുറച്ച് സെലിബ്രിറ്റീസ് ആണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് അത്ര ക്ലിയർ അല്ല. ആ കൂട്ടത്തിൽ നമുക്ക് ഇതുപോലെ വടം കെട്ടി തിരിച്ചിട്ടുണ്ട് അവർ ഡാൻസ് ചെയ്യുന്നിടത്ത്. ആ കൂട്ടത്തിൽ നല്ല താല്പര്യമുള്ളവർക്കും കൂടെ അവരുടെ കൂടെ ചെന്ന് ഡാൻസ് ചെയ്യാം. അങ്ങനെ കാണാനും ഒത്തിരി ആൾക്കാരുണ്ട്. ഞങ്ങളിപ്പോൾ മോളിൽ നിന്നുള്ള വിഷ്വലാണിത്. ഇതുമൊക്കെ ഒരു വെറൈറ്റി പരിപാടികളാണ്. എന്തായാലും കൊള്ളാം. ഞങ്ങൾ ലുലുമാളിലെ കറക്കമൊക്കെ കഴിഞ്ഞ് രാവിലെ ഏകദേശം ഒരു 11 മണിയായപ്പോൾ ഞാൻ വന്നതാണ്. ഞങ്ങൾ തിരിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ പോരുമ്പോഴേ തന്നെ എൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചുകൊണ്ട് നമുക്ക് എളുപ്പമായി. ഇപ്പോൾ ഓരോ പില്ലറിൽ നിങ്ങൾക്ക് കാണാം EFG എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പോകേണ്ടത് ഞങ്ങളുടെ വണ്ടി കിടക്കുന്ന G എന്ന് പറഞ്ഞ ഭാഗത്താണ്. അത് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ അന്വേഷിച്ച് ഇപ്പോൾ E ആണ് എല്ലാം ഉള്ളത്. ഞങ്ങൾ G അന്വേഷിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് നമ്മളങ്ങനെ കുറേ നടന്ന് ഇപ്പം G-യിലെത്തിയിരിക്കുകയാണ്. G3-ലെങ്ങാണ്ടാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത്. അപ്പം നമ്മളപ്പോൾ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് ബാക്കി കാണിക്കാം.
അങ്ങനെ കുറേ സമയത്തിന് ശേഷം നമ്മൾ വണ്ടിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചുകൊണ്ട് വലിയൊരു കാര്യമായി, അല്ലാന്നെങ്കിൽ എവിടെ കിടക്കുന്നതെന്ന് പോലും അറിയത്തില്ലായിരുന്നു. അപ്പം നമുക്കപ്പം നേരെ ഇപ്പം ബാക്കി തിരിച്ചു പോകുന്നതിൻ്റെയൊക്കെ ഓരോ എന്തെങ്കിലും കാഴ്ചകളുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. ഇപ്പം സമയം 10:45. ഞങ്ങൾ അങ്ങനെ ലുലു മാളിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് കയറി. സത്യം പറഞ്ഞാൽ ഒരു ദിവസം ഫുൾ സ്പെൻഡ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് പോകാനുള്ള സംവിധാനം അത്ര അങ്ങ് പോരാ വെച്ചാൽ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാം. പൈസ ഉള്ളവർക്ക് എന്തായാലും ഒരു ദിവസം അടിച്ചു പൊളിക്കാനുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. നമുക്ക് സ്പെഷ്യലായിട്ടെന്ന് പറയാനായിട്ട് ഒന്നുമില്ല. ഇപ്പം എറണാകുളം ലുലു മാള് പോലൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഒരു ദിവസം നമുക്കൊന്ന് മൊത്തത്തിൽ ഒന്ന് അടിച്ചു പൊളിക്കാം. പിന്നെ ഇരിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ നടന്ന് നമ്മുടെ കാല് കൊഴിയും. ഇരിക്കണമെങ്കിൽ പിന്നെ നമ്മൾ ഫുഡ് കോർട്ടിൽ പോകണം. അവിടെ മാത്രമേ ഇരിക്കാനുള്ള സംവിധാനമുള്ളൂ. അതൊക്കെ ഒരു ന്യൂനതയായിട്ടൊക്കെ തോന്നി. എന്നാലും കുഴപ്പമില്ല. അങ്ങനൊരു വീഡിയോ ഇപ്പം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നിങ്ങളെ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. എനിക്ക് ലുലു മാളിൽ നിന്ന് വാങ്ങിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബുദ്ധൻ്റെ ഈ എന്താ പറയുക ഈ ഹെഡാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് അത് ഞങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ TV-യുടെ മുകളിൽ സെറ്റ് ചെയ്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ്. പലയിടത്തും ഇതിൻ്റെ വിലയൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നുമില്ല, അത് ചെറുതായിരിക്കും, കാണാൻ അത്ര ഭംഗി കാണത്തില്ല. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. ഞങ്ങളിവിടെ കൊണ്ടുവന്ന് TV-യുടെ മുകളിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതെനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ടു. അതുകൂടെ ഒന്ന് നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ.